ദുരന്തർ ദ റിവഞ്ച് എന്ന ബോളിവുഡ് സിനിമ എല്ലാ കളക്ഷനുകളും ഭേദിച്ച് റെക്കോർഡുകളെല്ലാം ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കുമ്പോൾ തന്നെ ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഇതൊരു വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ തന്നെ ഒരു വിഭാഗം ഈ അർബൻ നെക്സൽ ജിഹാദി മൈൻഡ് സെറ്റുള്ള ആളുകൾ ഇതിനെ എതിർക്കുകയാണ്. അവരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ഇന്ത്യ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, പുരോഗതി, പാകിസ്ഥാൻ ഇന്ത്യ എങ്ങനെ ഇന്ന് കൗണ്ടർ ചെയ്യുന്നു, പാകിസ്ഥാൻ അടിക്ക് ഡബിളായിട്ട് തിരിച്ചടിക്കുന്നു, ഇതെല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ ഈ പറയുന്ന എക്കോസിസ്റ്റത്തിൽ പെടുന്ന ആളുകൾക്ക് പറ്റില്ല. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ സിനിമ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശിക്കും. അത് ഓവർ ആണ്, എക്സാജറേറ്റഡ് ആണ്, അതുകൂടാതെ പ്രൊപ്പഗൻഡയാണെന്നൊക്കെ അവർ പറയും. പക്ഷേ സത്യത്തിൽ ഇതെല്ലാം റിയൽ ഫാക്ട്സ് ആണെന്നുള്ളത് കൃത്യമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ സിനിമയാണ്, സിനിമയിൽ കുറച്ച് ഹീറോയിസ് ഉണ്ടാവും, കുറച്ച് എക്സാജറേഷൻ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. ഒരു സിനിമയല്ല, അതൊരു ഡോക്യുമെൻ്ററി അല്ലല്ലോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിലെ എല്ലാ കാര്യങ്ങളും ഏതാണ്ട് കംപ്ലീറ്റ് നടന്ന സംഭവങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ കഥാതന്തു എന്ന് പറയുന്ന സംഭവം, അതായത് ആ ഒരു ഇൻറ്റൻറ്റ്, ഇപ്പം ആദിത്യദർ തന്നെ പറഞ്ഞിരിക്കുന്ന സിനിമയുടെ ഇൻറ്റൻറ്റ് ഓക്കെ ആണെങ്കിൽ പിന്നെ ആ സിനിമയെ ആരെന്ത് പറഞ്ഞാലും ജനങ്ങൾ ആ സിനിമ കാണാൻ എത്തും എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ കാണിക്കുന്ന ഒരു എഫക്റ്റ് അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് അത് അത്രയും വലുതാണ്.